ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ നമ്മൾ ഈ വള്ളം കുറച്ച് പണിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ നെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3mm ഷീറ്റാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മളത് വെച്ചിട്ട് ആദ്യമേ അതിൻ്റെ ഒരു മോഡൽ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ ചന്തയിൽ പോയിട്ട് പെട്ടി സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ നേരത്തെ മുതലേ ചെയ്തു, ആമ ചെയ്തു. ഇനി നമുക്കൊരു തവളയും കൂടി ചെയ്യണം, പിന്നെ ഒരു കൊക്കിനെയും കൂടെ ചെയ്യണം. അപ്പുറത്ത് ചെറിയൊരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ വള്ളത്തിൻ്റെ ആദ്യം കുറച്ച് നമ്മൾ നേരത്തെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ചെയ്തായിരുന്നു. നമ്മളിതിൻ്റെ നെറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ മറ്റ് 6Mൻ്റെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അത് കമ്പി അതാണ്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ചണച്ചാക്ക് വെച്ചിട്ട് ഗ്രൗട്ടി മുക്കിയിട്ട് അങ്ങനെ സെറ്റപ്പിൽ ചെയ്തിട്ട് വൺ സൈഡ് അങ്ങനെ ചാന്തൂരി പറ്റിച്ച്, പിന്നെ ആ ചണച്ചാക്ക് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇപ്പുറം സൈഡ് പിന്നെ തേക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ പീസാൻഡ് അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ എംസാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കോൺക്രീറ്റ് അല്ലാത്തതുകൊണ്ട് ഇച്ചിരി തരി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എംസാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 3:1 ഇതിൻ്റെ റേഷ്യോ നമ്മൾ സിമെൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം പോകാൻ വേണ്ടി ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിള്ളേർക്ക് കയറിയിരിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ മണ്ടയ്ക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇവിടെ സ്ക്വയർ ട്യൂബ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതിന് ക്രോസ് പടി സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുണ്ടാക്കാനാണ്. പല സിമെൻറ്റ് പണിഞ്ഞിട്ട് അതൊരു പൊളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ്, ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ ഈ ഇരുമ്പിൻ്റെ പീസ് ട്യൂബുണ്ട്, സ്ക്വയർ ട്യൂബ് കിടപ്പുണ്ട്. അപ്പോൾ ആ ട്യൂബ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന പടി ഉണ്ടാക്കാം. അപ്പോൾ അത് വെൽഡിങ്ങിൻ്റെ പരിപാടി വരുമ്പോഴത്തേന് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് വള്ളത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊരു ഹാഫ് വള്ളമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കുളത്തിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവളയെ ചെയ്യണം, പിന്നെ നമുക്കൊരു കൊക്കിനെ ചെയ്യണം. അപ്പം കൊക്കിനെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം അതിൻ്റെ വീഡിയോ കാണത്തില്ല. പക്ഷേ തവളയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മളിടുന്നതായിരിക്കും. കാരണം തവളയൊക്കെ നമ്മൾ ലൈവായിട്ട് അവിടെ വെച്ച് ഉണ്ടാക്കുന്ന ഇതേപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ ആമേനെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇച്ചിരി സന്ധ്യയായ സമയമായതുകൊണ്ട് നമുക്ക് നല്ല ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്താലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അന്നേരം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ തവളയുടെ എന്തായാലും ഇടും. നല്ല രീതിയിൽ തവള ഉണ്ടാക്കണം. നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് ഇതിനകത്ത് ഈ വെള്ളവും പിന്നെ ഈ ഇതൊക്കെയാണ്. ഒരു തവളയും കൂടെ ഇനിയുണ്ട്, തവളയൊരു കൊക്കൂടുണ്ട് ഇനി. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ നമ്മുടെ എഗ്രിമെൻറ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്താവും. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ വെക്കണം. ചെറിയ മോട്ടർ വെച്ചിട്ട് അത് ഇപ്പോൾ നമ്മൾ മോട്ടർ വെക്കുന്ന എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കുളത്തിനകത്ത്. അപ്പം അതവർ മോട്ടർ വാങ്ങി തരികയാണെങ്കിൽ നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഈ വെളിയിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ വരുന്ന നല്ല രസമായിരിക്കും കാണാൻ. എന്തായാലും മേടിച്ച് വെക്കും. പിന്നെ അപ്പുറത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം പണിയുടെ നമ്മൾ കൈവഴിയൊക്കെ സെറ്റാക്കി ഇതിൻ്റെ ഇടയ്ക്കൂടെ അതുകൂടെ സെറ്റാക്കുന്നുണ്ട്. ഇടയ്ക്ക് അതും ചെയ്യും. അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മൾ പാലം പണിയുടെയൊക്കെ ആയിരിക്കും. അത് നമ്മളൊരു എന്തെങ്കിലും ഒരു മോഡലാക്കി എടുക്കണം. അപ്പം അതിന് വെള്ളം നമ്മൾ ഫൈബർ വെള്ളം പോലത്തെ വെള്ളം നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം പലകയുടെ കൂട്ടുള്ളതല്ല. പലകയുടെ കൂട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പലകയുടെ കൂട്ട് വെട്ടി വിടുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫൈബർ വെള്ളത്തിൻ്റെ കൂട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്തത്. പിന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകളൊന്നുമില്ല. മൊത്തത്തിലൊരു വള്ളം എന്നുള്ളൊരു സെറ്റപ്പിലേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര ഡീറ്റെയിൽ വർക്കൊന്നും ചെയ്യുന്നില്ല. തൊട്ടപ്പുറത്ത് നമ്മളൊരു കടച്ചക്കയുടെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടച്ചക്ക നമ്മൾ 3 പീസായിട്ട് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് ഇരിക്കാം, അതിൻ്റെ മേളിൽ ഇരുന്ന് കളിക്കാം. കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ അവരുടെ ഹൈറ്റ് അനുസരിച്ച് അങ്ങനെ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് പെയിൻ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് സെറ്റായിരിക്കും. അത് ഏതെങ്കിലും നല്ലൊരു കളറൊക്കെ കൊടുത്ത് സെറ്റാക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ എഡ്ജ് മുനയൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെറിയ പുട്ടരിപ്പയ്ക്ക് ഇടഞ്ഞ ചാന്ത്.
നമ്മൾ പൊടി ഇടന്നിട്ട് അത് വെച്ച് ചാന്നുണ്ടാക്കിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 1:1.5 എന്നുള്ള ഇതിലാണ് അത് എടുക്കുന്നത്. കാരണം നല്ല കടുപ്പത്തിൽ ചാന്നിടണം, സിമെൻറ്റ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു കപ്പുണ്ട്, കപ്പിൽ നമ്മൾ ചെറിയ 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ, പാറപ്പൊടി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് സിമെൻറ്റ് പൊടി എടുക്കും. അപ്പോൾ ആ ഒരു രേഷ്യോയിലാണ് നമ്മൾ സിമെൻറ്റ് കൂടുതലാണ് ഉപയോഗിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ തരി കുറഞ്ഞ സാധനം കൊണ്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കൂടുതലാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. അപ്പം അത് ഇങ്ങനെയൊക്കെ ഉള്ള പണിക്ക് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പൊടി ഇച്ചിരി കൂടെ കൂട്ടും, എന്നിട്ട് സിമെൻറ്റ് കുറയ്ക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോഴത്തേന് എഡ്ജൊന്നും പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോകത്തില്ല, സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത അടിപൊളി നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരും. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റും, നല്ല നല്ല വർക്കുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്ന വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. താങ്ക് യു.